ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖം തന്നെയല്ലേ? വെള്ളമൊക്കെ ഇറങ്ങിയില്ലല്ലോ. വെള്ളം എന്താ പറയുക, മഴയൊക്കെ കൂടുതൽ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ട് വെള്ളമൊക്കെ എല്ലായിടത്തും കയറി ആകെ ബുദ്ധിമുട്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം ഇങ്ങനെ നേടിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും അല്ലേ. ഞങ്ങളെ വഴിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ അടുത്തൊക്കെ ഉണ്ട്, പക്ഷേ ഞങ്ങളെ വീട്ടിലും അങ്ങനെ ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഒരു വഴിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു സാധനം വന്ന് ഇങ്ങനെ ഓൺലൈനിൽ സാധനങ്ങൾ വരുമ്പോൾ ഞാൻ ഇതുപോലെ അൺബോക്സിങ് ചെയ്യാറുണ്ടല്ലോ. എന്ത് ചെറിയ സാധനമാണെങ്കിലും എടുത്ത് അൺബോക്സിങ് ചെയ്യും കേട്ടോ. ആർക്കും ഉപകാരപ്പെട്ടിട്ട് വാങ്ങിക്കോട്ടെ ആയിരിക്കും. അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ കേട്ടോ. ഇത് നമ്മൾ ഡിഷ് വാഷർ ലിക്വിഡ് ഒഴിക്കുന്ന സംഭവമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോട്ടിൽ ലിക്വിഡ് ഒഴിക്കാം. അടുത്ത ഒരു അതിൻ്റെ ഒപ്പമുള്ളൊരു ഇതുണ്ടല്ലോ, അതിൽ നമുക്ക് സ്പോഞ്ചും ബ്രഷൊക്കെ വെക്കും ചെയ്യട്ടെ. കണ്ടില്ലേ ഇതിൻ്റെ ഫോട്ടോ? നല്ല അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ളൊരു സാധനം കേട്ടോ. നല്ല ലോക്കൽ എന്താ പറയുക, പ്ലാസ്റ്റിക് ഒന്നുമല്ല, നല്ലൊരു പ്ലാസ്റ്റിക് തന്നെ കേട്ടോ. പ്ലാസ്റ്റിക് അല്ല, എന്തോ ഒരു പൊട്ടുന്ന ടൈപ്പ് അങ്ങനെ ഒരു സംഭവമാണ് കേട്ടോ. ഒറിജിനൽ പൊട്ടുന്ന ഗ്ലാസ് അല്ല, അതിനും കൂടി നടുക്ക് കിടക്കുന്ന സംഭവം ഉണ്ടല്ലോ, എന്താ പറഞ്ഞാൽ എനിക്കറിയില്ല. ഏതായാലും നല്ലൊരു ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ്. ഇതിനിപ്പോൾ ആമസോണിൽ നിന്നാണ് എത്തിയത്. 499 അങ്ങനെ എന്തോണം റേറ്റ് വരുന്നത് കേട്ടോ. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. 500 അടുത്തായിട്ട് വന്നിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിത് ചമ്മാട് വരെയാണ് പോകുന്നത്. അപ്പോൾ അതിനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. ചമ്മാട് ഒന്ന് പാർലറിൽ പോകാനുണ്ട്, ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ കുട്ടികളൊന്നുമില്ല, എല്ലാവരും സ്കൂളിൽ പോയിട്ടുണ്ട്. വരുമ്പോൾ കുട്ടികളെ എടുത്തിട്ട് വരാമെന്ന് വിചാരിക്കേണ്ട. കറക്റ്റ് സമയത്ത് ഒക്കെ കഴിയുകയാണെങ്കിൽ കുട്ടികളെ എടുത്ത് പോകണം. ഇതിൻ്റെ അളമാറിയുള്ളൊരു സാധനം കേട്ടോ. റൂമിൽ വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നേക്കണം. ജീരക മുട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വാങ്ങി വെക്കും. അതുപോലെ മത്തങ്കൂര മറ്റേ കേട്ടോ ബോട്ടിലാക്കി വെക്കണം. എൻ്റെ വണ്ടി ഇത് അടുത്ത വീട്ടിലേക്ക് എടുക്കണം കേട്ടോ. നമ്മളെ മുറ്റത്ത് നിറയെ ഇപ്പാൻ്റെ വേറെ വണ്ടികളൊക്കെ നിറഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ചെറിയ വണ്ടി അവർ മെല്ലെ സൈഡിലാക്കി അങ്ങേ വിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. ഏതായാലും ഞാനിതാ ഇറങ്ങുകയാണ്. ഒറ്റക്കാണ് പോകേണ്ടത്. ഒറ്റക്ക് പോകുമ്പോൾ ഒരു മടി കേട്ടോ. എന്നാലും എല്ലാവരും എന്നും കൂട്ടുണ്ടാണെന്നില്ലല്ലോ, ഒറ്റക്കുമാണല്ലോ പോയി പഠിക്കുക. അപ്പോൾ അങ്ങനെ പിന്നെ ഒറ്റക്കാണ്ട് പോകട്ടാം. മടിയൊന്നല്ല, ഒരു ഇങ്ങനെ ഒന്നും ആരോട് സംസാരിക്കാനില്ലാതെ അങ്ങനെ ഒറ്റക്ക് പോകുമ്പോൾ ഒരു മടി. വേറെ പ്രശ്നങ്ങളൊന്നും ചേട്ടാ. ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിൽ വന്നതാണ്. നമ്മളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗേറ്റ് തുറന്നിക്കൂല. ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. ഇത് തുറന്നല്ല കേരളേ. എക്സാം എത്തിയത് മുന്നിൽ തന്നെ ഇരിക്കണ്ടല്ലോ. അവിടെ വീടിൻ്റെ മുന്നിൽ പിന്നെ സ്കൂളാട്ടാ, ചണ്ടപ്രായാണ്. ചണ്ടപ്രായ വലിയ ഗവൺമെൻറ് സ്കൂൾ കണ്ടില്ല, ബിൽഡിങ്, വൈറ്റ് ബിൽഡിങ്. അപ്പോൾ അവിടെ എപ്പോഴും കുട്ടികളും ആളുകൾ ഒരു കച്ചപ്പാട് ശല്യം കൊണ്ടുള്ള എപ്പോഴും ഗേറ്റ് പൂട്ടിടും. അവിടെ ചെന്നാൽ നമ്മൾ മുന്നിൽ ചെന്ന് ഇങ്ങനെ ഓണടിച്ചാൽ ഉള്ളിൽ നിന്ന് വന്നിട്ടാണ് തുറക്കണമെങ്കിൽ. ഏതായാലും ഞാൻ അവളെ എടുക്കാൻ പോയതിന് കേട്ടോ. അവിടെ ഇറങ്ങിയിട്ടൊന്നുമില്ല, നേരെ അവളെ എടുത്തുകൊണ്ട് പോകുന്നിട്ടോ. വേറെ ആരുമില്ല, ഞാനും അവളും കൂടി. ഞാൻ പറഞ്ഞല്ലോ ഒറ്റയ്ക്ക് പോയപ്പോൾ ഒരു രസമില്ലാന്ന്. അപ്പോൾ പിന്നെ അവൾ വരണോ വെച്ചപ്പോൾ അങ്ങോട്ട് പോകാൻ ഞാൻ വരാറിനാണ്. അങ്ങനെ അവളെയും കൂട്ടി ഞാൻ എന്താ ചമ്മാട് പോയിട്ടുണ്ട്. ഞങ്ങൾക്കൊന്ന് പാർലറിൽ പോകാനുണ്ട്. അപ്പോൾ പാർലറിൽ കുറച്ച് സമയം എടുക്കുന്ന പണിയാണ്. അപ്പോൾ കുറച്ച് സ്നാക്സും ജ്യൂസൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോകണം. അതിൻ്റെ ഉള്ളിൽ ചെന്ന് പെട്ടാൽ പിന്നെ ഒന്നും കഴിക്കാൻ കിട്ടില്ല. ഇപ്പോൾ 12 മണി 1 മണിയൊക്കെ കഴിക്കണം ഏകദേശം. നമ്മൾ ഉച്ചഭക്ഷണത്തിന് നേരമായിട്ടുണ്ട്. ഉച്ചക്കൊന്നും ചോറൊന്നും കിട്ടി ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി കഴിക്കാനുള്ള സമയമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ബ്യൂട്ടി സ്റ്റുഡിയോ ഉണ്ടല്ലോ, അതിന് മുന്നേ ഒന്ന് കാണിച്ചിരുന്നു. നാൾ കുട്ടികളെ മുടി വെട്ടാൻ വന്നെന്ന്. കുഴപ്പമില്ല, അത്യാവശ്യം ഒരു നോർമൽ ബ്യൂട്ടി പാർലർ കേട്ടോ. അപ്പോൾ എന്താ പറയുക, എനിക്കൊന്ന് ഞാൻ പറഞ്ഞല്ലോ അനിയൻ്റെ വിവാഹമൊക്കെ ഉറച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ചയാണ്. കല്യാണമല്ല കേട്ടോ, അപ്പോൾ ജസ്റ്റ് എൻഗേജ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിക്കാഹും കല്യാണക്കഞ്ഞി ഒരു 6 months ഒക്കെ കഴിഞ്ഞിട്ടേക്കാരം. അപ്പോൾ അതിനേക്കുള്ള ഒരു ഒരുക്കെന്ന് പറയാം. പിന്നെന്താ, തലയിലൊക്കെ നിറയെ ഡാൻഡ്രഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സ്പാ ചെയ്യാനും ചെറുതായിട്ട് സ്മൂത്തനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ചെന്നിരുന്നതാണ് കേട്ടോ. അപ്പോൾ അവരുടെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറേ സമയമായപ്പോൾ അവർ തന്നെ ഒരു ജ്യൂസൊക്കെ തന്നിട്ട് അതിങ്ങനെ കുടിച്ചിരിക്കാനും. ഒരു 4 മണിക്കൂറിൻ്റെ പണിയൊക്കെ ഉണ്ട് കേട്ടോ. ക്രീമിൻ്റെ മണക്ക് ഒരുമാതിരിക്ക് വേണം. അപ്പോൾ ഞാൻ മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട്. എൻ്റെ മുടിയൊക്കെ വലിച്ച് നീട്ടുന്നുണ്ട്. 4 സൈഡിൽ നിന്ന് 4 പേര് നിന്നുകൊണ്ട് വലിച്ച് നീട്ടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. ജ്യേഷ്ഠത്തി അറിയാൻ എൻ്റെ ഒപ്പം വന്ന് ഞാൻ കുട്ടിക്ക് കുറേ സമയമല്ലോ എന്ന് പറയുന്നത് കേട്ടോ. വൈകുന്നേരം ഇപ്പോൾ ഒരു 3 മണി ആയിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ച് പോന്നിട്ടുണ്ട്. നേരെ കുട്ടികളെ സ്കൂളൊക്കെ കയറിയത് കൂരിയാട് ജംസ് ആണല്ലോ അറിയാം. കുട്ടികളോട് പറഞ്ഞ് ചിലപ്പം വരുമെന്ന് ഉറപ്പില്ല, എന്നാലും വണ്ടി കയറിക്കൊണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവർ എന്നെ കാണാതായപ്പോൾ വണ്ടിയിൽ കയറിയിട്ടുണ്ടാകും. ചെന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ കേട്ടോ മക്കൾ. കാരണം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ കൂട്ടാൻ ചെല്ലുന്നതും പിന്നെ സ്കൂൾക്ക് ആക്കി കൊടുക്കുന്നതൊക്കെ കേട്ടോ. എന്നും തിരക്കൂടും, ആക്കി തരുമോ അമ്മ ആക്കി തരുമോ വെച്ച് കണ്ട് ഞാൻ പറയും ഞാൻ ആ വഴിക്ക് പോകണി വരണ്ടെന്നൊക്കെ പറയട്ടോ. അപ്പോൾ ചെന്നൊരു സന്തോഷമാണ് കേട്ടോ അവർക്ക്. ഇന്ന് ആക്ടിവിറ്റിയുടെ ആണ് അവർക്ക്. അപ്പോൾ ബുക്കുകളൊക്കെ കുറവേക്കാരം. ചെസ്സ്, ഫുട്ബോള്, കുൻഫു, കറാട്ട അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ അതിൻ്റെ യൂണിഫോം അതിൻ്റെ സാമഗ്രികളൊക്കെ ഉണ്ട്.
വണ്ടി ജ്യേഷ്ഠത്തി പിന്നെ അവിടുന്ന് ഒരു ഓട്ടോയും പിടിച്ചിട്ട് പോയിട്ട് എനിക്ക് അങ്ങോട്ടും അവൾക്ക് ഇങ്ങോട്ടാണ് തിരിയാനുള്ളത്. രണ്ട് സൈഡിലേക്ക് തിരിഞ്ഞ് പോകാനുള്ള കേട്ടോ. അപ്പോൾ കൂരിയാട്ടുന്നത് പിന്നെതാ ഞാനിതാ കുട്ടികളെ പ്രശ്നം ഇതാണ്. അവർക്ക് പിന്നെ എന്താ പറയുക, മിഠായി വേണ്ടി വരും, ജ്യൂസ് വേണ്ടി വരും, സ്നാക്സ് വേണ്ടി വരും, എല്ലതും വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഒരു കടയിൽ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ യൂണിഫോം ഒക്കെ അത് വണ്ടിയിൽ തന്നെ വലിച്ചെറിഞ്ഞു. ഇങ്ങനെ പോകുമ്പോൾ ഞാൻ എന്താ ഒരു സംഖ്യ അവർക്ക് കൊടുക്കും. ഈക്വലായിട്ട് എല്ലാവരും എടുത്തോളും. അപ്പോൾ അവരെന്നെ അവർക്ക് കിട്ടിയ ഒരു സംഖ്യ ഉണ്ടല്ലോ, അതിൽ അവരെന്നെ അവർക്ക് ഇഷ്ടമുള്ള വാങ്ങിക്കോട്ടെ. അപ്പോൾ അവർ ഹാപ്പി. ഞാനും പിന്നെ മോനുസിനെ കാണില്ല. എവിടെ മോനുസേ? എന്താ വാങ്ങി? നിന്റെ ഫ്രൂട്ടിന്റെ അടിക്ക നിന്റെ ഫ്രൂട്ടിടെ. ഓക്കെ, നമുക്ക് വിടാം. അവർക്ക് ഇച്ചിട്ട് കറക്റ്റ് ഒരു എമൗണ്ട് ഈക്വലായിട്ട് മൂന്ന് പേർക്കും കൊടുക്കുമ്പോൾ അവർ ആ സംഖ്യയിൽ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട മിഠായികളൊക്കെ വാങ്ങിക്കോട്ടെ. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല, അവർക്ക് തമ്മിൽ ഒരു മത്സര പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ നേരിട്ട് വാങ്ങി കൊടുക്കണമെങ്കിൽ ഒരാൾക്കൊന്ന് വാങ്ങുമ്പോൾ അപ്പോൾ മറ്റുള്ളവർ അവർക്ക് വാങ്ങിക്കണം എനിക്കും വേണം, അങ്ങനെ തല്ലുണ്ടാവില്ല, തല്ലും കച്ചറ. അപ്പോൾ ഇതാകുമ്പോൾ അവർക്ക് തന്നെ പൈസ കൊടുത്തിട്ട് നിങ്ങൾ ഇഷ്ടത്തിന് വാങ്ങിച്ചോളി അറിയട്ടെ. അപ്പോൾ അവരെന്നെ അത് ഡിസ്കസ് ചെയ്ത് അവരെന്നെ വാങ്ങിക്കോട്ടെ ഈക്വലായിട്ട്. അപ്പോൾ അവർക്ക് തമ്മിൽ പ്രശ്നം ഉണ്ടാവില്ല, അവരും ഹാപ്പിയാവും. അങ്ങനെ നേരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വീട്ടിലെത്തി ഞാൻ പറഞ്ഞല്ലോ 4:30 ആയിട്ടുണ്ട് കേട്ടോ. അന്നേരം ചോറ് വെച്ചിട്ടില്ലല്ലോ. ചോറില്ലാത്ത ഒരു ദിവസം നമുക്കില്ല. എനിക്ക് ചോറ് മസ്റ്റ് കേട്ടാ. അപ്പോൾ ഞാൻ പിന്നെ അവിടെ നിന്നൊന്നും കഴിക്കാതെ നേരെ വീട്ടിലേക്ക് പോകുന്നേട്ടാ. അവിടെ നിന്നൊക്കെ ഇതേപോലെ കുറച്ച് സ്നാക്സും ജ്യൂസൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്ന് ഇവിടെ നമ്മളെ താത്തമാരൊക്കെ നല്ല അടിപൊളി ചിക്കൻ കറിയും നെയ്ച്ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഉള്ളിസുർക്കും പപ്പടമൊക്കെ അതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനതാ ചോറ് വയ്ക്കാൻ. അപ്പോൾ കുട്ടികൾക്ക് ചോറ് വേണമെന്ന് വെച്ചപ്പോൾ അവർക്ക് വേണ്ട, അവർ സ്കൂളിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. നമ്മൾ രാവിലെ കൊടുത്തയച്ചല്ലേ, അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ന്യൂട്ടെല്ലാം പൊട്ടിക്കുന്നുണ്ട്. ചോക്ലേറ്റ് ക്രീം എന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവനട്ട ഹണിക്ക്. അവളതാ 3-4 ബ്രെഡൊക്കെ ഒറ്റയടിക്ക് ഇരുന്ന് കഴിക്കൂട്ടാ. എന്ന് വെച്ചാൽ എപ്പോഴും ഞാൻ വാങ്ങിക്കൊടുക്കില്ല കേട്ടോ. കാരണം ഇപ്പോൾ ഈ ചോക്ലേറ്റിൻ്റെ ഇതൊന്നും അധികം അത്ര നല്ല സാധനമൊന്നുമല്ല, ഹെൽത്തി ഫുഡൊന്നുമല്ലല്ലോ. ഇടയ്ക്ക് അവളെ ആഗ്രഹത്തിന് ഇടയ്ക്കൊക്കെ മാസത്തിൽ ഒരു ബോട്ടിൽ അങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുക്കുള്ളൂ കേട്ടോ. അല്ല എല്ലാ സമയത്തും ഫുൾ ടൈം ഇങ്ങനെ കൊടുക്കില്ല. എല്ലാ സമയത്തും അവൾ കൊടുത്താൽ ഒറ്റയടിക്ക് ഒരു ദിവസം ഒരു ബോട്ടിൽ കാലിയാക്കും. തീരെ വാങ്ങിക്കൊടുക്കാഞ്ഞാലും കുട്ടികൾക്ക് കാണുമ്പോൾ ഭയങ്കര ഇതല്ലേ കാരം. പിന്നെ എൻ്റെ ഭക്ഷണം കഴിക്കൊക്കെ കഴിഞ്ഞു. അവർക്ക് ഒരു ടീമിന് നൂഡിൽസൊക്കെ മതി തന്നെ. ഇപ്പോൾ ഒരു ടീമിന് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. മറ്റോള് പിന്നെ ബ്രെഡും ക്രീമൊക്കെ കുറേ കഴിച്ചു. പിന്നെ ഞാൻ വന്നപ്പോൾ അവിടെ വന്ന് കിടന്നതട്ടാ. 2 സാധനം കൂടി വന്നിട്ടുണ്ട്. ഒന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന്, ഒന്ന് മീഷോന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഞാനൊരു കോട്ടൺ ചുരിദാറിന് ഓർഡർ കൊടുത്തിന്. ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ കോട്ടൺ ചുരിദാറിന് ഇങ്ങനെ ഓൺലൈനായിട്ട് ഓർഡർ കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് എന്താണെന്നൊന്നും അറിയില്ല, ഒന്ന് നോക്കാം. പിങ്ക്, ഞാൻ എന്ത് ഡ്രസ്സ് എടുക്കാൻ പോയാലും ആദ്യം പോയി എടുക്കൽ പിങ്ക്. ആദ്യം എൻ്റെ കണ്ണ് പോലെ പിങ്ക് അല്ലെങ്കിൽ റെഡ് അതിനേക്കാൾ പോകലിട്ടാ. അപ്പോൾ ഇപ്പോൾ പിങ്ക് ചുരിദാർ എടുത്തിട്ട് ഇപ്പോൾ കുറേ ആയി. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും പിങ്കിൽ കരച്ചു. മുന്നിൽ ഇങ്ങനത്തെ ഒരു ബോർഡ്, ഒരു നല്ല ഫ്ലെക്സ് ബോർഡൊക്കെ ഉണ്ടിട്ട് മുന്നിൽ തന്നെ മിററൊക്കെ വെച്ചിട്ട് നല്ല കോട്ടൺ തന്നെ ഇട്ടാൽ നോക്കിയിട്ട്. നല്ല നേരെ കോട്ടണല്ല, എന്ന് വെച്ചാൽ വാഷ് ചെയ്താൽ പെട്ടെന്ന് ചുരുങ്ങി പോകുന്ന ആ ടൈപ്പല്ല. അത്യാവശ്യം കട്ടിയൊക്കെ ഉള്ള നല്ല തുണി തന്നെയാണ് കേട്ടോ. സ്റ്റിച്ചിങ്ങും കുഴപ്പമില്ല. പാൻറ്റ് ഇങ്ങനെ ചെറിയൊരു പലാസ, വലിയ പലാസല്ല, ചെറിയൊരു പലാസ. ഷോളും നല്ല ഒതുങ്ങി നിൽക്കും. അങ്ങനത്തെ ഷോള് വീട്ടിൽ നിന്ന് നല്ല സുഖമാണല്ലോ. അങ്ങനത്തെ തലയിൽ ഇട്ട മാറിയുടെ നിൽക്കും, കീഞ്ഞു പോകില്ലല്ലോ. അപ്പോൾ അതിലേക്ക് ഷോൾ ഇങ്ങനെ സെറ്റായിട്ട് വാങ്ങിയത്. ഇതിപ്പോൾ റേറ്റ് വരുന്നത് 599 എന്ന് വെച്ചാൽ 600 തന്നെ, ₹1 കുറവുള്ളൂ. ആ റേറ്റിനുള്ള സാധനം ഉണ്ട് കേട്ടോ. നമുക്ക് വീട്ടിൽ നിന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നല്ല കോട്ടൺ കേട്ടോ. പിന്നെ അതിൽ മീഷോന്ന് വന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വീട്ടിൽ പരിപാടി വരുന്നുണ്ട് അടുത്ത ആഴ്ചന്ന്. അപ്പോൾ അതിലേക്കുള്ള ഓരോ സാധനങ്ങൾ ഓർഡർ കൊടുത്തിന്. അപ്പോൾ വന്നതാണ് മക്കൾക്കുള്ള ഹെയർ ബാൻഡുകൾ കേട്ടോ. ഹെയർ ബാൻഡ് എന്നാണോ ഇതിന് പറയില്ല, എനിക്കറിയില്ല. അങ്ങനെ സൈഡിലൊക്കെ വെക്കുമല്ലോ, നമ്മളെ ക്രിസ്ത്യൻ ബ്രൈഡിൻ്റെ മുടിയിലൊക്കെ കാണാം എപ്പോഴും ഇങ്ങനെ ബാക്കിലിങ്ങനെ മുടി ചുറ്റി കിട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കും അവർ. നല്ല ഭംഗിയാണ് അവർ ആ വൈറ്റ് ഡ്രസ്സ് കേൾക്കാം. അപ്പോൾ കുട്ടികൾക്ക് ഫ്രോക്കൊക്കെ അങ്ങനെ ചെയ്ത രസം ഉണ്ടാവാൻ വെച്ചിട്ട് ഓർഡർ കൊടുത്തേട്ടോ. അതിന് വലിയ റേറ്റൊന്നുമില്ല, 150 രൂപയ്ക്ക് 2 പീസാണ് കേട്ടോ. അപ്പോൾ ചെറിയക്കും വലിയക്കും ഹണിക്കും ഹൻസിയക്കും അങ്ങനെ ഉണ്ടാക്കും ഓർഡർ കൊടുത്തേട്ടാ. വൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. പല കളറിലും അവൈലബിൾ ആട്ടോ. ഞാൻ വൈറ്റിലാണ് കൊടുത്തത്. വൈറ്റ് ആകുമ്പോൾ പിന്നെ എല്ലാറ്റിക്കും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊന്ന് വെച്ച് നോക്കാം. മുടി ഇങ്ങനെ അഴിച്ചിട്ടിട്ട് സൈഡിൽ വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. കുട്ടികളൊക്കെ വെക്കുന്നത് അങ്ങനെയാണ്. പിന്നെ ബ്രൈഡിനൊക്കെ വെക്കുമ്പോഴാണ് ബാക്കിൽ ഇങ്ങനെ എന്താ പറയുക മുടി ബോളുമാരി ചുറ്റിയിട്ട് അതിൻ്റെ മുകളിൽ വെക്കൽ. അല്ലാത്തവർ ഇങ്ങനെ സൈഡിലുള്ളവരൊക്കെ ഇതേപോലെ ഇങ്ങനെ സൈഡിൽ തന്നെ വെച്ച് കണ്ടത് കേട്ടോ. ചെയ്ത് നോക്കണം.
എനിക്കൊന്നത് വലിയവർക്ക് രസം, ചെറിയ മക്കളെ തല ഇത് സൈസ് കൂടുതലാണ് തോന്നുന്നു വെച്ച് നോക്കിയിട്ട്. ഏതായാലും ഞങ്ങൾ ഡ്രസ്സൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അന്നൊരു വ്ളോഗ് എടുക്കാം, അപ്പോൾ കാണാം. ഓക്കെ, ബൈ.